എന്താ അവിടെ? എന്താ മോനെ, എന്താ പറ്റി? പണ്ടത്തെ പോലെ പടം വരയൊന്നുമില്ലേ? എൻ്റെ ഒരു പടം വരച്ചാടോ. എന്താടാ, എന്തു പറ്റി? എന്തുണ്ടല്ലോ, ഈ കാര്യം പറ. എടാ, ഒന്നങ്ങോട്ട് ശരിയാവണില്ല. ഞാൻ ചത്താലോ എന്ന് ആലോചിക്കുക. അതാവുമ്പം ആർക്കൊരു ബാധ്യത ആവില്ലല്ലോ. ഈ എന്തൊക്കെയാ പറയണേ? ഇഷ്ടപ്പെട്ട് പഠിക്കാനും പറ്റിയില്ല, ജോലിയൊന്നും സെറ്റ് ആവണമില്ല. ഇത് പറഞ്ഞ് വീട്ടിലെന്നും വഴക്കാ. അവളാണ് ഇട്ടേച്ച് പോവുകയും ചെയ്തു. ഇതാണ് അത്ര വലിയ പ്രശ്നം? ഇതൊരു സാധാരണ കാര്യമല്ലേ? നിനക്കിതൊരു സാധാരണ കാര്യമായിട്ട് തോന്നും, പക്ഷേ എനിക്കങ്ങനെയല്ല. എടാ, നിനക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്നിട്ടാ അങ്ങനെ ഓരോന്ന് തോന്നുന്നു. എടാ, എല്ലാവരും കളിയൊക്കെയാണ്, ചെങ്ങായിമാരടക്കം. ഒന്നിനും പറ്റാത്ത, പിന്നെ എന്തിനാ വെറുതെ? എടാ, ഈ അന്നെ മാത്രം ചിന്തിച്ചിരുന്നിട്ടാ. കഷ്ടപ്പെട്ട് വളർത്തി അന്നെ ഇത് വരുത്തിച്ച 2 പേരുണ്ട്. ഈ ഓരോ കാര്യം മറക്കരുത്. നമ്മുടെ എല്ലാവരും വേണ്ടിയില്ല ഓരങ്ങനെയൊക്കെ പറയണത്. ഒക്കെ ശരിയാവും. പിന്നെ ഓളെ കാര്യം, ഓൾഡ് പോകാൻ പറ. നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്, പുതിയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണ്, ഇടപഴക്, പുതിയ മനുഷ്യരെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാവും ഇതൊന്നൊരു പ്രശ്നമല്ല. ചിന്തിച്ചു. ഇത്രയും മനോഹരമായ ഈ ലോകത്തേക്ക് നീ വന്നത് ജീവിക്കാനാണ്. പല കാഴ്ചകളും കാണാനാണ്, പല കാര്യങ്ങളും ചെയ്യാനാണ്. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനാണ്. പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതാണ് ജീവിതം. ജീവിതം മനോഹരമാണ്, ജീവിക്കാൻ അറിയാമെങ്കിൽ. നിനക്കറിയോ, ആഗ്രഹം തീരാതെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അലേണ്ടി വരും.